നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് വിവാദ നിലമ്പൂർ MLA PV അൻവർ. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരുന്നതിനിടയിലാണ് കൂടുതൽ രൂക്ഷമായ വിമർശനവുമായി PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും. കദളിയുടെ മൂട്ടിൽ കണ്ണനാണ് കുലച്ചതെന്ന് കാലം ഇന്ന് തെളിയിച്ചു തരുന്നുണ്ട് എന്ന വാചകത്തോടു കൂടിയാണ് PV അൻവറിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വാചകമാണിത് എന്ന സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി കുടുംബവുമായി ഒരു ബന്ധമില്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബ പേര് ഗഡ്ഡി എന്ന് വ്യക്തമാക്കിയാണ് PV അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നത്. ഗാന്ധി എന്ന പേര് ഉപയോഗിച്ച് മഹാത്മാഗാന്ധിയെ അപമാനിക്കരുതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള അർഹതയില്ല. ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണിത്. അത് ജനങ്ങൾ കൃത്യമായി ആലോചിക്കും. പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ED വേട്ടയാടുമ്പോൾ പക്ഷേ കേരള മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യാത്തതിനാണ് രാഹുൽ അസ്വസ്ഥനാകുന്നതെന്നും PV അൻവർ പറഞ്ഞു. സംഘപരിവാർ അല്ല രാഹുൽ ഗാന്ധിക്ക് ശത്രുവെന്നും പിണറായി വിജയനാണെന്നും സ്വന്തം നാട്ടിൽ നിന്ന് ഓടിയൊളിച്ച് അവിടെ BJPക്ക് വളരാനുള്ള നിലവുമൊരുക്കി വളം വാരിയിട്ട് വെള്ളവും കോരിയിട്ടാണ് വയനാട്ടിലേക്ക് അദ്ദേഹം വണ്ടി കയറിയെന്നും രാഹുൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് PV അൻവർ കുറിച്ചു. നേരത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ED അറസ്റ്റ് ചെയ്യുന്നുവെന്നും എന്നാൽ പിണറായി വിജയനെ ED തൊടുന്നില്ല എന്നും അത് മോദിയും പിണറായി വിജയനും തമ്മിൽ ധാരണ ഉള്ളതുകൊണ്ടാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ PV അൻവർ രൂക്ഷമായി വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞത് തിരുത്താൻ പോലും തയ്യാറല്ലെന്നും പിന്നല്ലേ പോസ്റ്റ് പിൻവലിക്കുന്നതെന്നും അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട എന്നും വ്യക്തമാക്കിയാണ് PV അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും ഇതോടുകൂടി BJPക്കെതിരെ നിലവിൽ വന്ന ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും വലിയ ശത്രുക്കൾ സ്വന്തം ഘടകകക്ഷികൾ തന്നെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് നിലവിൽ വലിയ വിമർശനമാണ് ഇടത് നേതാക്കളിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. മോദിക്കെതിരെ മത്സരിക്കുന്ന പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യത്തിന് യഥാർത്ഥത്തിൽ പാളയത്തിൽ തന്നെയാണ് പട എന്നത് വളരെ രസകരമാണെന്ന് മാത്രമേ പറയാനാവുന്നുള്ളൂ. രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അവരുടെ സഖ്യകക്ഷിയായ ഇടതുപക്ഷം വിമർശിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിന്റെ 10-1 പോലും ഇന്നേ വരെ BJP പോലും വിമർശിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇങ്ങനെയുള്ളവരാണ് മോദിയെ പരാജയപ്പെടുത്താൻ മത്സരിക്കുന്നത് എന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ കോമഡിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.